ഈശോയുടെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവകരുണയാൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അതിരാവിലെ ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും പുതിയൊരു ദിവസം തുടങ്ങുവാനും ദൈവം നമ്മളെ അനുവദിച്ചതിന് സർവശക്തനായ ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 34-ാം സങ്കീർത്തനം 10-ാം തിരുവചനം. സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഈ ഭൂമിയിലെ കാട്ടിലെ രാജാവാണ് സിംഹം. ആ രാജാവിൻ്റെ കുഞ്ഞുങ്ങൾ ആ കാട് മുഴുവനും അലഞ്ഞു നടന്നാലും അവർക്ക് ഒരു ഇര പോലും കിട്ടാതെ വിശന്നു വലഞ്ഞാലും, അങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടായാൽ പോലും ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക്, കർത്താവിനെ തേടി കർത്താവെ അങ്ങ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞ് ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒന്നിനും, ആ വാക്കാണ് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്, ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഭക്ഷണത്തിന് കുറവുണ്ടാവുകയില്ല എന്ന് പറഞ്ഞില്ല, സമ്പത്തിന് കുറവുണ്ടാവുകയില്ല എന്ന് പറഞ്ഞില്ല. എന്നാൽ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, എന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. നമ്മുടെ ഓരോ കർത്തവ്യ മേഖലകളിലും ആ കർത്തവ്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും കർത്താവെ നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം, ഈ ജോലി ചെയ്യുവാൻ നീ എന്നെ സഹായിക്കണം എന്ന എളിമയോടെ മനസ്സിൽ ദൈവത്തോട് പറഞ്ഞ് ഓരോ കർത്തവ്യങ്ങളും ചെയ്യുവാൻ തുടങ്ങുമ്പോൾ നിങ്ങളല്ല, നിങ്ങൾക്ക് വേണ്ടി ദൈവമാണ് അത് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ തൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ആരെല്ലാം ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തോടൊപ്പം നടക്കുന്നു, അവന് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഇതൊരു വലിയ വാഗ്ദാനമാണ്. പരാതി പറയുകയോ പരിഭവിക്കുകയോ എനിക്കതില്ല, ഇതില്ല, എനിക്കത് വേണം, മക്കൾക്കത് വേണം എന്ന് പറയുന്നതിന് പകരം നിരന്തരം മനസ്സിൽ കർത്താവേ നീ എൻ്റെ കൂടെ ഉണ്ടാകണം, നിൻ്റെ സാന്നിധ്യം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകണം, നീ ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതിന് ഞാൻ നന്ദി പറയുന്നു, നീ ഞങ്ങളുടെ അതിരുകളെ വിസ്തൃതമാക്കുന്നതിന് നന്ദി പറയുന്നു, നിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറച്ചുകൊണ്ടിരിക്കുന്നതിന് നന്ദി പറയുന്നു. ഇന്ന കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവേ അത് വിജയകരമാക്കി അങ്ങ് പൂർത്തീകരിക്കുന്നതിന് നന്ദി പറയുന്നു. നീ എപ്പോഴും എൻ്റെ കൂടെയുള്ളതിന് നന്ദി പറയുന്നു. മക്കളെ നീ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതിന് നന്ദി പറയുന്നു. അങ്ങനെ ഈശോയുടെ സാന്നിധ്യത്തിനായിട്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനായിട്ട്, കർത്താവായ
സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനായിട്ട് നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല. നിങ്ങളുടെ ജീവിതത്തിലും ഇന്നു മുതൽ ഒന്നിനും കുറവുണ്ടാകുകയില്ല. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സഹായവും എല്ലാം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമ്മളുടെ ദൗത്യത്തിൻ്റെ ഭാഗമായി ഈ ലോകത്തിലുള്ള 800 കോടിയിലധികം വരുന്ന മക്കളെയും ദൈവസന്നിധിയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. എല്ലാവരും ദൈവത്തെ അറിയട്ടെ, ദൈവത്തിൻ്റെ മക്കളായി മാറട്ടെ. യേശുക്രിസ്തുവിൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.